ഡോയ്ഷിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമാണ് ആർട്ടിക്കിൾ പ്രോബ്ലം. 3 ആർട്ടിക്കിളാണ് ഡോയ്ഷിലുള്ളത്: ദർ, ദി, ദസ്. ഈ ആർട്ടിക്കിൾ ഏത് നൗണിൻ്റെ കൂടെയാണ് കറക്റ്റ് പോകുന്നതെന്നൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് അത്. ചില ആർട്ടിക്കിൾ നമ്മൾക്ക് നൗണിൻ്റെ എൻഡിങ് വെച്ച് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണമായിട്ട് ഇപ്പോൾ ദറിൻ്റെ ആണെങ്കിൽ ലിങ്, ഇസ്മുസ് അങ്ങനെ തുടങ്ങിയ എൻഡിങ്ങുകളിലൂടെ നൗൺ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ദിയുടെ ആണെങ്കിൽ കുറേ ഉണ്ട്: ഹൈറ്റ്, കൈറ്റ്, ഷാഫ്റ്റ്, ഈ, ഐ, അങ്ങനെ ദിയുടെ ആർട്ടിക്കിൾ മനസ്സിലാക്കാം. അവസാനമായിട്ട് ദസിൻ്റെ ഷെന്ന്, ഉമ്മ്, ടുമ്മ്, മെൻറ്റ് അങ്ങനെ നമ്മൾക്ക് ഇതിൻ്റെ എൻഡിങ് വെച്ച് മനസ്സിലാക്കാം. ഞാൻ സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തഡോളജി എന്ന് വെച്ചാൽ, നമുക്കറിയാം ഡോയ്ഷ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് തുടങ്ങിയ ഒരു സംസാര ഭാഷയായി വളർന്നു വന്ന ഒരു ഭാഷയാണ് ഡോയ്ഷ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ദറിനെ മാസ്കുലിൻ ആണുങ്ങളായിട്ട് കാണും, ദീനെ ഫെമിനിൻ ആയിട്ട് കാണും, അതുപോലെ തന്നെ ദസിനെ കിൻഡർ കുട്ടികളായിട്ട് കാണും. അപ്പോൾ ആ സമയത്ത് ആ വെർബും ആ ഒരു ജെൻഡറുമായിട്ട് കമ്പയർ ചെയ്യും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഫുസ് എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ എടുക്കുക, ഫുസ് എന്ന് പറഞ്ഞ നൗൺ എടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, ഏറ്റവും കൂടുതൽ ഫുട് വർക്ക് ചെയ്യുന്നത് ബോയ്സ് ആണ്, സോ ദർ ഫുസ്. അതുപോലെ തന്നെ സെൽറ്റ് എന്ന് പറഞ്ഞാൽ ടെൻറ്റ് എന്നാണ് അർത്ഥം. സോ ഇങ്ങനെ ഈ ഏത് പ്രായത്തിലാണ് നമ്മൾ കൂടുതൽ ടെൻറ്റും അങ്ങനെ ഒരു വൈബ് നാച്ചുറലായിട്ട് നടക്കുന്നത്, അത് ഒരു ചെറുപ്പത്തിൻ്റെ ഒരു കാലഘട്ടം. സെൽറ്റ്, ടെൻറ്റ് എന്നുള്ളത് ദസ് സെൽറ്റ് എന്ന് കൊടുക്കുന്നു. സോ അവസാനമായിട്ട് ഇപ്പോൾ ദി ഹൗസ് വാള്, ഞാൻ ചുമ്മാ ചിന്തിക്കുന്നതാണ് കേട്ടോ, വേറെ തോന്നരുത്. ഏറ്റവും കൂടുതൽ ചോയ്സസ് ഉള്ളത്, ഹൗസ് വാൾ എന്ന് പറഞ്ഞ ചോയ്സസ് ആണ്, ഏറ്റവും കൂടുതൽ ചോയ്സസ് ഉള്ളത് ഗേൾസിനാണ്. സോ ദി ഹൗസ് വാൾ എന്ന് ഞാൻ എടുക്കും. ഞാനിത് പഠിക്കാൻ വേണ്ടിയുള്ളൊരു ഇതായിട്ട് എടുക്കുന്ന കേട്ടോ. അപ്പം നിങ്ങളുടെ ഇമാജിനേഷനിൽ നിങ്ങൾക്ക് ഇതുപോലെ ഓരോ രീതിയിൽ ചിന്തിച്ചുകൊണ്ട്, കാരണം നമ്മുടെ ബ്രെയിനിൽ ഏറ്റവും കൂടുതൽ പിക്ചറൈസ് ചെയ്യുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ നിൽക്കാനൊക്കെ സാധിക്കുകയുള്ളൂ.